മോഹൻലാലിന്റെ ത്രില്ലർ ഡ്രാമ ദൃശ്യത്തിന്റെ മൂന്നാം ഭാഗത്തിന് തുടക്കമായി. എറണാകുളം പൂത്തോട്ടയിൽ ഫസ്റ്റ് ലാപ്പ് അടിച്ച് മോഹൻലാൽ ചിത്രീകരണത്തിന് തുടക്കം കുറിച്ചു. ആകാംക്ഷയാണ് ദൃശ്യം 3 ഒരുക്കുന്ന വിരുന്ന് എന്ന് മോഹൻലാൽ പറഞ്ഞു. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ഏറ്റുവാങ്ങി തിരിച്ചെത്തിയ ശേഷം മോഹൻലാൽ ചിത്രീകരണത്തിൽ സജീവമാകും. ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാര നേട്ടത്തിന്റെ തിളക്കത്തിനിടെയാണ് ദൃശ്യം 3യുടെ ചിത്രീകരണത്തിനായി മോഹൻലാൽ എത്തിയത്. പൂത്തോട്ട SN ലോ കോളേജിലായിരുന്നു സിനിമയുടെ പൂജാ ചടങ്ങുകൾ. ലൊക്കേഷനിലേക്ക് എത്തിയപ്പോൾ ആഹ്ലാദാരവങ്ങളോടെയാണ് വിദ്യാർത്ഥികൾ മോഹൻലാലിനെ സ്വീകരിച്ചത്. നിലവിളക്ക് കൊളുത്തി ഫസ്റ്റ് ക്ലാപ്പ് അടിച്ച മോഹൻലാൽ ക്യാമറ സ്വിച്ച് ഓൺ കർമ്മവും നിർവഹിച്ചു. ദൃശ്യത്തിന് മൂന്നാം ഭാഗം വരുന്നതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഇത്തവണയും ജോർജ് കുട്ടി കുഴപ്പങ്ങൾ ഉണ്ടാക്കുമെന്നും മോഹൻലാൽ പറഞ്ഞു. ദൃശ്യം 1, 2 മനസ്സിൽ എത്തിയ പ്രേക്ഷകർ ദൃശ്യം 3 തീർച്ചയായിട്ടും മനസ്സിൽ നടക്കുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ജോർജ് കുട്ടി എന്തെങ്കിലും ഒരു കുഴപ്പം ഉണ്ടാക്കും, പേടിക്കണ്ട. സാധാരണ ഒരു കുടുംബ ചിത്രം കാണുന്നത് പോലെ മൂന്നാം ഭാഗവും കണ്ടാൽ മതിയെന്നാണ് ജിത്തു ജോസഫിന്റെ പ്രതികരണം. പ്രേക്ഷകരോട് പറയാനുള്ളത്, നിങ്ങളിങ്ങനെ 2 മുകളിൽ അല്ല 1 മുകളിൽ അങ്ങനെയൊന്നും ചിരിക്കാതെ ഈ ജോർജ് കുട്ടിയുടെ കുടുംബത്തിൽ എന്താണ് ഇന്ന് സംഭവിക്കുന്നത്, അവരുടെ ഒരു അവസ്ഥ എന്താണ് എന്ന് പറയുന്ന അവരുടെ കഥയാണ്. നമ്മൾ കുറച്ച് ഇമോഷണൽ ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഫിലിം ആയിരിക്കും ദൃശ്യം 3. മൂന്നാം ഭാഗം ത്രില്ലടിപ്പിക്കുമെന്നും 4ാം ഭാഗവും വരണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു. അല്ല, ഈ 4ാം ഭാഗത്തെക്കുറിച്ച് ജിത്തുവിൻ്റെ അടുത്ത് ഇപ്പോൾ നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ജിത്തു ഉണ്ടെന്ന് സമ്മതിക്കില്ല. അപ്പോൾ 4ാം ഭാഗം എൻ്റെ മനസ്സിനകത്ത് ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ഉണ്ടാകണം. പൂജാ ചടങ്ങിന് ശേഷം മോഹൻലാൽ മടങ്ങി. ഡൽഹിയിൽ നിന്ന് തിരിച്ചെത്തിയ ശേഷം മോഹൻലാൽ ചിത്രീകരണത്തിന്റെ ഭാഗമാകും. എറണാകുളം, തൊടുപുഴ ഭാഗങ്ങളിലായാണ് ദൃശ്യം 3യുടെയും ചിത്രീകരണം. ന്യൂസ് മലയാളം, കൊച്ചി.